ഹലോ ഗൈസ്, വെൽക്കം ടു മാത്ത് ഐ. നിങ്ങളുടെ JEE മെയിൻ ജേർണിയുടെ ലാസ്റ്റ് ലെഗ് എത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രിപ്പറേഷനൊക്കെ ഒരു സ്റ്റേജ് എത്തിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോൾ ഒരുപാട് കുട്ടികൾക്കും ടെൻഷനാവും, സ്ട്രെസ്സാവും, എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കും. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് എക്സാമിന് 2 months ആണുള്ളത്. ഈ 2 months മുമ്പേ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കോറിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ പഠിക്കണം. ഫോർ എക്സാമ്പിൾ, ഫിസിക്സിൽ കറണ്ട് ഇലക്ട്രിസിറ്റി, മോഡേൺ ഫിസിക്സ്, റേ ഒപ്റ്റിക്സ്. കെമിസ്ട്രിയിലാണെങ്കിൽ കെമിസ്ട്രി ഈസ് എ വെരി സ്കോറിംഗ് സബ്ജക്റ്റ് ഇൻ ഇറ്റ് സെൽഫ്. കെമിസ്ട്രി നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഇനോർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, NCERT തറവായിരിക്കണം. പിന്നെ ഇൻ മാത്തമാറ്റിക്സ് ടോപ്പിക്സ് ലൈക്ക് കോണിക് സെക്ഷൻസ്, ലൈക്ക് 3D ജോമെട്രി, ലൈക്ക് വെക്ടേഴ്സ്, ഇതെല്ലാം പഠിക്കണം. ഇപ്പോൾ some topics are not scoring, they are teacher favorite but not scoring, such as waves, thermodynamics, fluid mechanics. ഇതൊക്കെ if you are not already thorough with them right now, ഇപ്പം കയറി പഠിക്കാൻ നിൽക്കരുത്. ഇപ്പം JEE മെയിൻസിന് ഫുൾ മാർക്സ് സ്കോർ ചെയ്ത് ഫസ്റ്റ് റാങ്ക് ആവുക എന്നുള്ളതല്ല നിങ്ങളുടെ ഉദ്ദേശം. യുവർ ഒബ്ജക്റ്റീവ് ഇസ് ടു മാക്സിമൈസ് ദ മാർക്സ് യു ക്യാൻ ഗെറ്റ്, നോട്ട് ഗെറ്റ് മാക്സിമം മാർക്സ്. ആൻഡ് ലാസ്റ്റ് 15 to 10 days നിങ്ങൾ പുതിയതായി ഒന്നും പഠിക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് ഒരു ടോപ്പിക് അറിഞ്ഞുകൂടാതുണ്ടെങ്കിൽ ജസ്റ്റ് ലീവ് ദാറ്റ്. ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ റിവൈസ് ചെയ്യുക മാത്രമേ ചെയ്യാവൂ. പിന്നെ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. എൻ്റെ പ്രിപ്പറേഷൻ ടൈമിൽ ഈ അവസാനത്തെ ഡേ ഉണ്ടല്ലോ, ലാസ്റ്റ് 1 day ബിഫോർ ദി എക്സാം നിങ്ങളൊരു മോക്ക് ടെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. അതാകെ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ആങ്സൈറ്റി കൂട്ടുക എന്നുള്ളത് മാത്രമാണ്. ഡു നോട്ട് ഡു എ മോക്ക് ടെസ്റ്റ് ജസ്റ്റ് ബിഫോർ ദി എക്സാമിനേഷൻ. ഡേ ബിഫോർ ദി എക്സാമിനേഷൻ ജസ്റ്റ് റിലാക്സ്, ഈറ്റ് ലൈറ്റ്, ഡോണ്ട് ഈറ്റ് ടു മച്ച്, ഡോണ്ട് ഈറ്റ് ടു ലെസ്, സ്ലീപ്പ് വെൽ ആൻഡ് don't do any heavy studying. If you want, you can do some light revision or you can do nothing at all. പക്ഷേ ലാസ്റ്റ് ഡേ കീപ്പ് യുവർ സെൽഫ് കാം. ഇനിയുള്ള 2 months എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അറ്റ്ലീസ്റ്റ് എവറി വീക്ക് യു ഹാവ് ടു ഡു 1 mock test ബിസൈഡ്സ് ദ മോക്ക് ടെസ്റ്റ് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തരുന്നത്. ആൻഡ് ഈ മോക്ക് ടെസ്റ്റിൽ നിന്ന് യു ഹാവ് ടു ഐഡൻറ്റിഫൈ വീക്ക് ഏരിയാസ് ആൻഡ് യു ഹാവ് ടു ഐഡൻറ്റിഫൈ ഏരിയാസ് ദാറ്റ് ആർ സ്കോറിംഗ് ആൻഡ് യു ആർ വീക്ക് ഇൻ. എന്നിട്ട് ഇങ്ങനത്തെ ഏരിയാസ് നിങ്ങൾ മുഴുവനായി ഒറ്റയടിക്കിരുന്ന് പഠിക്കണം. സോ ദ ടോപ്പിക് വിൽ ബി ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് സെക്ഷൻസ്. ഇപ്പം ഫോർ എക്സാമ്പിൾ മൊമെൻറ്റം കൊളിഷൻസ് ടോപ്പിക് ആണെങ്കിൽ ദർ ഇസ് സെൻറ്റർ ഓഫ് മാസ്, ദർ ഇസ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, ദർ ഇസ് സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം, ദർ ഇസ് കൊളിഷൻസ്, ദർ ഇസ് വേരിയബിൾ മാസ് സിസ്റ്റം, ദർ ഇസ് ഇമ്പൾസ്. ഇങ്ങനെ ഓരോ സബ് ടോപ്പിക്കായി നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങളെല്ലാം കവർ ചെയ്യണം ഒറ്റയടിക്ക്. ടേക്ക് ഫോർ എക്സാമ്പിൾ 5 days, 6 days, 1 week to cover the entire topic in one go. It is going to be painful, it is going to be boring, പക്ഷേ that is what you have to do. എന്നിട്ട് you have to do questions. You have to do questions, find out where you are making mistakes and patch, and then repeat the same process with other chapters, with other subjects. ഇപ്പം ഫിസിക്സിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. യു ഹാവ് ടു ഡു ദ സെയിം തിങ് വിത്ത് കെമിസ്ട്രി, മാത്സ്, ആൻഡ് യു ഹാവ് ടു കവർ സ്കോറിംഗ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഫസ്റ്റ് ആൻഡ് ദെൻ യു ഹാവ് ടു കവർ അതർ ചാപ്റ്റേഴ്സ് ബിറ്റ് ബൈ ബിറ്റ്. സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ ഗൈസ്, സോ ഫോളോ ദീസ് ടിപ്സ്. ഈ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ JEE മെയിൻ ഷുഡ് ബി എ ബ്രീസ്. I hope your exam goes really well. See you guys in IIT. Thank you.